മതേതരത്വവും ദേശസ്നേഹവുമൊക്കെ ആർക്കോ വേണ്ടി നെഞ്ചിലിത്തിരി സ്ഥലം പാട്ടത്തിനെടുത്ത മട്ടിൽ കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ അയക്കാലത്തെയും വലിയ നാടകം ഓർമ്മയില്ലേ? ഈ സോണിയാജിക്കും രാഹുൽജിക്കും വന്ന ആ പെട്ടെന്നുള്ള മാറാരോഗം ചില്ലറക്കാരനല്ല. ഇതിപ്പോൾ എന്ത് രോഗത്തിനെ പറ്റിയാണ് പറയുന്നതെന്നാവും. അതായത് സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം 6 ഖണ്ഡികയായി യാതൊരുവിധ ഒളിച്ചുകളയുമില്ലാതെ മുഴുവൻ പാടാൻ തുടങ്ങിയപ്പോൾ പാവങ്ങൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദനയും തലകറക്കവുമൊക്കെ ഒരുപോലെ വന്ന് കസേരയ്ക്കായി കൈകാലിട്ടടിക്കേണ്ടി വന്ന ആ കോപ്രായം കണ്ടിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവ് പ്രകാരം രാജ്യത്ത് ഏതൊരു ഔദ്യോഗിക പരിപാടി നടക്കുമ്പോഴും ആദ്യം വന്ദേമാതരം പാടണം, പിന്നെയാകാം ബാക്കിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് മാത്രം എന്താണ് ഇത്ര ചൊറിച്ചിലെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ചെങ്കോട്ടയിലെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം മുഴുവനായി മുഴങ്ങിയ ആവേശത്തിനിടയിലാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഈ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത് എന്നോർക്കണം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബം വരെ ലൈവായി വന്ന് ഈ കൂട്ടർക്ക് എന്ത് മനസ്സുഖമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് പരസ്യമായി ചോദിച്ചിട്ടും നമ്മുടെ ജയറാം രമേശ് ജി ഒരു ന്യായീകരണവുമായി അങ്ങ് രംഗത്ത് വന്നിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെജിക്ക് കാലുവേദന എടുത്തു നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇരിക്കാനൊരു പ്ലാസ്റ്റിക് കസേര ചോദിച്ചതോ അല്ലെങ്കിൽ തൊണ്ട നനയ്ക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചതോ ആവാം. അത് ഈ ക്യാമറാമാൻമാർ മനഃപൂർവ്വം വളച്ചൊടിച്ചതാണത്രേ. എന്ത് അടിപൊളിയായിട്ടുള്ള ന്യായീകരണമല്ലേ! വന്ദേമാതരം കേട്ട് മുഖം കൂട്ടി കണ്ണുരുട്ടി കൈകൊണ്ട് അങ്ങേയറ്റം അരോചകമായി നിർത്താൻ പറയാൻ കാണിക്കുന്ന ആംഗ്യങ്ങളൊക്കെ, മുഖത്തടിച്ചതുപോലെ കാണിച്ച ആ ഭാവങ്ങളൊക്കെ വെറും കസേരയ്ക്ക് വേണ്ടിയുള്ള നിഷ്കളങ്കമായ അപേക്ഷയാണെന്ന് കേട്ട് വിശ്വവിഖ്യാതരായ വലിയ വലിയ നടീനടന്മാർ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി കാണും. ഓസ്കാർ കിട്ടേണ്ട അഭിനയമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പോലും ആളുകൾ പരിഹസിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ ദേശസ്നേഹത്തിന്റെ വൻമതിലുകൾ പണിയുന്ന ഇവർ ക്യാമറ കണ്ണുകൾ ഓഫാകുന്ന ആ നിമിഷങ്ങളിൽ കാണിക്കുന്ന അസഹിഷ്ണുതയാണ് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും ആദ്യത്തെ 2 ഖണ്ഡിക മാത്രം പാടി തടിതപ്പുന്ന പരിപാടിയായിരുന്നു ഇവർക്ക് പണ്ടേ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ മോദി സർക്കാർ കളിയൊന്ന് മാറ്റിപ്പിടിച്ചപ്പോൾ പാവങ്ങൾക്ക് അത് താങ്ങാൻ പറ്റിയില്ലെന്ന് മാത്രം. ഇത്രയും കാലം 2 ഖണ്ഡിക പാടി രക്ഷപ്പെട്ടിരുന്നവർക്ക് 6 ഖണ്ഡിക മുഴുവൻ കേൾക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഷോക്ക് ചില്ലറയൊന്നുമല്ല. അത് ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. വന്ദേമാതരത്തിന്റെ 2ാമത്തെ ഖണ്ഡിക കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയ ആ ഒരു പരവേശം ഇതെന്താ തീരുന്നില്ലേ എന്ന മട്ടിലുള്ള ഒരു നോട്ടവും അതൊക്കെ കസേര ചോദിക്കലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കർണാടകയിലെ മംഗളൂരു മുതൽ ഡൽഹി വരെയും അങ്ങ് തിരുവനന്തപുരത്തും കോഴിക്കോടുമൊക്കെ ഈ വന്ദേമാതര വിവാദം വലിയ രീതിയിൽ ചൂടുപിടിച്ചിരുന്നു. BJP നേതാക്കളാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുത്തും കഴിഞ്ഞു. ഡൽഹി പോലീസ് ആകട്ടെ സോണിയാജിക്കെതിരെ ഉടൻ തന്നെ FIR ഇടാനുള്ള പണികളും ആരംഭിച്ചു കഴിഞ്ഞു. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിച്ചെന്ന ആരോപണത്തിൽ സോണിയാഗാന്ധിക്കെതിരെയുള്ള പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച് ഡൽഹി പോലീസ് നിയമോപദേശം തേടിയെന്ന വാർത്ത തന്നെ കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുന്നു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ വന്ദേമാതര നിയമപ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവുമായി രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളും നിയമ നടപടികളും ശക്തമാക്കാനാണ് BJP നീക്കം. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വന്ദേമാതരം ആലാപനം തുടരുന്നതിനെ സോണിയാഗാന്ധി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചെന്നും ആംഗ്യങ്ങൾ കാണിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും പരാതിക്കൊപ്പം സമർപ്പിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചലിലുമൊക്കെ വന്ദേമാതരം യാതൊരു പ്രശ്നവുമില്ലാതെ മുഴുവൻ പാടി തീർത്തിട്ടും നമ്മുടെ ഡൽഹി ഹൈക്കമാൻഡിന് മാത്രം വന്ദേമാതരം മുഴുവനായി കേട്ടാൽ ദേഹത്തൊരു തീപ്പൊരി വീണതുപോലെയുള്ള അവസ്ഥയാണുള്ളതെന്നാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തന്നെ പൂർണ്ണമായി പാടിയിട്ടും ഹിമാചലിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മുഴുവൻ പാടിയിട്ടും ഡൽഹിയിലെ മേഡത്തിന് മാത്രം എന്താണ് ഇത്ര അലർജി എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഭാരതത്തോട് ഇത്രയേറെ സ്നേഹമുള്ള രാജ്യത്തിന്റെ ഐക്യം ഈ പാട്ട് കേട്ട് തകരുമെന്നോർത്ത് അന്ന് ഉറക്കം കളഞ്ഞ ഈ ദേശീയ നേതാക്കളുടെ കഷ്ടപ്പാട് കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നിപ്പോകുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ ബാക്കി ഖണ്ഡികകൾ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഭാരതമാതാവിനെ വണങ്ങുന്നത് ഐക്യത്തെ ബാധിക്കുമോ? ഇതാണോ നിങ്ങൾ പഠിച്ച മതേതരത്വം? കേരളത്തിലെ കാര്യമെടുത്താൽ അതിലും വലിയ കോമഡിയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ വന്ദേമാതരം മുഴങ്ങിയില്ല. എന്നാൽ BJP ഭരിക്കുന്ന അതേ തിരുവനന്തപുരം നഗരസഭയിൽ വന്ദേമാതരം മുഴങ്ങി. കോഴിക്കോട് മേയർ ചെയ്തത് എന്താണ്?
BJP നേതാക്കൾ വന്ദേമാതരം പാടിയ സമയത്ത് തന്നെ അതിനെ അപമാനിക്കുന്ന തരത്തിൽ ഉടനെ തന്നെ ജനഗണമന പാടി മറികടക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്ന പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ദേശീയതയെ തന്നെ പണയം വെക്കുന്ന രാഷ്ട്രീയം. ഇനിയിപ്പോൾ BJPയുടെ ഈ ശക്തമായ രാജ്യദ്രോഹ ആരോപണങ്ങൾ കേട്ട് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും ഏതെങ്കിലും പുതിയ സുഖാന്വേഷണ ഭാരത് ജോഡോ യാത്ര പോകുമോ, അതോ ഇതിന് മാത്രം പുതിയൊരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും കസേര ചോദിച്ച സോണിയാജിയെയും വന്ദേമാതരം കേട്ട് കണ്ണു തള്ളിയിരുന്ന രാഹുൽജിയെയും വെറുതെ വിടാൻ ജനങ്ങൾ ഒരുക്കമല്ല എന്ന് വ്യക്തമാണ്. BJP ദേശീയ നേതാക്കളടക്കം ഓരോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി പരാതി നൽകുന്ന ആ കാഴ്ചയും അമിത്ഷാ അടക്കമുള്ളവർ ഇതിനെതിരെ ശക്തമായി തുറന്നടിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ആ പൊരിഞ്ഞ തല്ല് എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും വന്ദേമാതര വിവാദം ഇപ്പോൾ രാജ്യത്ത് കത്തിപ്പടരുകയാണ്. ഇതിന്റെയൊക്കെ ഒടുവിൽ ഡൽഹി പോലീസ് സോണിയാഗാന്ധിയെയും കൂട്ടരെയും ഏത് ജയിലിലേക്ക് അയക്കുമെന്ന് കാത്തിരുന്നു കാണാം. കോൺഗ്രസിന് ഇതിലും വലിയൊരു നാണക്കേട് ഇനി വരാനില്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ആർക്കും വന്നിട്ടില്ലാത്ത എന്തൊക്കെയോ വിചിത്രമായ അലർജികളാണ് ഈ കോൺഗ്രസ് നേതാക്കളെ ഓരോരുത്തരെയായി പിടികൂടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ദേശീയ ഗീതം ആലപിക്കുമ്പോൾ മുഖം ചുളിക്കുകയും പരസ്പരം കണ്ണുരുട്ടുകയും എങ്ങനെയെങ്കിലും ഇത് നിർത്തിക്കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുന്നത് വെറുമൊരു സാധാരണ സംഭവമായി തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ നിയമപരമായ നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളും തെരുവിലിറങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതിൽ നിന്നും എളുപ്പത്തിൽ ഊരിപ്പോരാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ കോടതിയിൽ അവർ ഇതിനകം തന്നെ പൂർണ്ണമായും തോറ്റുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം സോണിയാജിയുടെ ആ ആംഗ്യ വിക്ഷേപങ്ങളും രാഹുൽജിയുടെ ആ കണ്ണുരുട്ടലുകളുമൊക്കെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി വെക്കപ്പെടുമെന്നത് തീർച്ചയാണ്. കാരണം ഇത്രയും വലിയൊരു ദേശീയ ഗീതത്തെ ഇങ്ങനെ പരസ്യമായി അപമാനിച്ച മറ്റൊരു നേതൃത്വം വേറെ ഉണ്ടാകില്ല. സോണിയാഗാന്ധിയും കൂട്ടരും ഈ രാജ്യത്തോട് പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യവുമായി ജനങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന്റെ ഈ കപട രാഷ്ട്രീയതയെ പറ്റി നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.